കാട്ടാളൻ മെയ് 28-ന് വലിയ പെരുന്നാൾ റിലീസായി എത്താനൊരുങ്ങുകയാണ്. അതിനിടെ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് കാട്ടാളൻ. IMDb മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള കാട്ടാളൻ. ചില്ലറ നേട്ടമൊന്നുമല്ലത്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമാണിത്. ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ ദൃശ്യവിസ്മയവും അവതരണ ശൈലിയും കൊണ്ട് മലയാള സിനിമയെ പുതിയ ഒരു തലത്തിൽ എത്തിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്. കാട്ടാളൻ മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും എത്തുന്നുണ്ട്. ചോരക്കളിയുടെ ഇതുവരെ കാണാത്ത കാഴ്ചകളും ആക്ഷൻ വെടിക്കെട്ടും മാസ്മരികവും ചടുലവുമായ ദൃശ്യങ്ങളുമായാണ് സിനിമ എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനക്കൊമ്പ് കള്ളക്കടത്തിന്റെ തീം വരുന്ന കഥയാണിതെന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് തരുന്ന സൂചന. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് രവി ബസ്രൂർ ഒരുക്കുന്ന ഹരം കൊള്ളിക്കുന്ന സംഗീതമാണ്. ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്കതിന്റെ വിസ്മയം മനസ്സിലായതാണ്. 3 വ്യത്യസ്ത ട്രാക്കുകളിലായിരുന്നു ട്രെയിലറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്തിരുന്നത്. KGF ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ സിനിമകളിൽ തന്റെ പവർഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൊണ്ട് വിസ്മയം തീർത്ത ആളാണ് രവി ബസ്രൂർ. ഇദ്ദേഹത്തെ കൂടാതെ കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകൻ അജനീഷ് ലോക്നാഥും കാട്ടാളനിൽ സംഗീതം ഒരുക്കുന്നുണ്ട്. വളരെ ഹൈപ്പിലെത്തുന്ന ഒരു സിനിമ എന്ന നിലയ്ക്ക് ആ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യണമെന്നുള്ളതും കാട്ടാളനെ സംബന്ധിച്ച് ഒരു ടാസ്കാണ്. പറഞ്ഞല്ലോ, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറയുമ്പോൾ ചില്ലറ ഹൈപ്പൊന്നുമല്ല കയറിയിരിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളുമടക്കം വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. കാട്ടാളന്റേതായി പുറത്തിറങ്ങിയ ഒരു ഫസ്റ്റ് ലുക്ക് വീഡിയോയിൽ ആനയുമായുള്ള സംഘടന രംഗങ്ങൾ VFX ആയി അല്ല ചിത്രീകരിച്ചിരിക്കുന്നതെന്നും യഥാർത്ഥ ആനയെ തന്നെ ഉപയോഗിച്ചാണ് ഒരുക്കിയതെന്നും സിനിമയുടെ അണിയർ പ്രവർത്തകർ അന്ന് പറഞ്ഞിരുന്നു. ഓങ് ബാക്കിലൂടെ ശ്രദ്ധ നേടിയ കോങ് എന്ന ആനയും ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നതും പ്രത്യേകതയാണ്. ലോകപ്രശസ്തനായ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കിച്ച കെമ്പടിക്കയാണ് ചിത്രത്തിൽ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ടോപ്പ് ക്ലാസ് ആയ കാട്ടാളൻ അണിയറയിൽ ഒരുങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആകുന്നതിൽ അതിശയമൊന്നും തോന്നേണ്ട കാര്യമില്ല.